ചെമ്പനീർ പോസ്റ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഉടനെയല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ. അതിലെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ഉഗ്രം പണി കിട്ടുകയാണ്. അതോടൊപ്പം നമ്മുടെ ശ്രുതിയുടെ ഒരു കള്ളത്തരം പൊളിഞ്ഞ് ശ്രുതിയെ ഒന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് വെറുതെ ഒന്നിനുമല്ല, ഒരു മാല മോഷണ കേസിലാണ് കേട്ടോ നമ്മളെ ശ്രുതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴേക്ക് ചന്ദ്ര തന്നെ പറയുന്നുണ്ട്, എടി പെരുങ്കള്ളി, നീ ഈ മാല മോഷ്ടിച്ചതായിരുന്നോടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതും ചന്ദ്രയുടെ കയ്യിൽ നിന്നാണ് പോലീസ് ആ മാല തൊണ്ടി മുതൽ പൊക്കുന്നത്. നല്ല രസകരമായ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്ദ്ര തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ് കേട്ടോ. അപ്പോൾ ഏകദേശം അവിടെ കാര്യങ്ങളൊക്കെ റെഡിയായി. അച്ചമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ഉഗ്രം പണി കിട്ടുകയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, എടി, നമ്മുടെ രേവതി മോൾ ഇവിടെ വയ്യാതിരിക്കുമ്പോഴാണോ ഈ തീർത്ഥാടനത്തിന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്? നിന്റെ കള്ളത്തരമല്ലേടി ഇത്? വീട്ടിലെ ജോലികൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളല്ലേടി ഇത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയാ, അമ്മ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നുമല്ല, നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. ഈ രേവതിയുടെ കാല് തന്നെ ഇപ്പോൾ ഒടിഞ്ഞിരിക്കാൻ കാരണം എന്താ? ഇവിടെ എല്ലാവർക്കും കഷ്ടകാലാണ്. ആ കഷ്ടകാലം മാറാൻ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതല്ലേ അമ്മേ? അമ്മ തന്നെയല്ലേ അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു അവസരത്തിൽ ഭാമ വിളിച്ചപ്പം ഞാൻ ഭാമയുടെ കൂടെ പോയി, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ അച്ചമ്മ പറയുന്നുണ്ട് കേട്ടോ, അതേ, നീ ഭാമയുടെ കൂടെ പോകേണ്ട സമയം ഇപ്പോഴല്ലായിരുന്നു. ഇത് നിനക്ക് ഒരു പണിയും ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടും രേവതി മോളെ നോക്കാൻ വയ്യാത്തത് കൊണ്ടുമുള്ള അടവല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുക. നിന്റെ മറ്റേതെങ്കിലും മരുമക്കൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ നീ പോടി അമ്പലത്തിൽ. പോവില്ലല്ലോ, ഇവിടെ ഇരുന്ന് നോക്കുകയല്ലായിരുന്നോ? ശ്രുതിയാണേലും വർഷയാണേലും നീ നോക്കിയേനെ. ഇതിപ്പം വെറുതെ ഈ ഇവനോട്, ഈ നാണം കെട്ട ആലെ തൂങ്ങിയോട് നീ നോണ പറഞ്ഞിട്ട് പോയില്ലേ എന്ന് രവിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അച്ചമ്മ പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, അമ്മേ, എന്നെ ഇങ്ങനെയൊക്കെ പറയാതമ്മേ. അവൾ ചോദിച്ചപ്പം ഇങ്ങനൊരു ആവശ്യമായതുകൊണ്ട് ഞാൻ പൊക്കോളാൻ പറഞ്ഞതാ. ഓ, അല്ലെങ്കിൽ പിന്നെ നീ പോകാതെ ഇരിക്കാൻ പറയുമോ? അവളൊന്ന് കണ്ണുരുട്ടി കാണിക്കുമ്പോൾ, രവി, നിനക്ക് പേടിയല്ലേടാ? നീ അവിടെ നിന്ന് മുള്ളില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഈ പറയുന്നത്? നിനക്ക് നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയില്ല. തോന്നിയാസം കാണിച്ച് അവളിങ്ങനെ നടക്കുകയാണ്. നിന്റെ മരുമോളല്ലേ രേവതി, അവളോട് ഇവിടെ മോശമായിട്ട് പെരുമാറുന്നത് നീ കാണുന്നില്ലേ രവി? എന്നിട്ട് നീ വാ തുറന്നൊരക്ഷരം ചന്ദ്രയോട് പറയുന്നുണ്ടോ? രേവതിയെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കൊട്ടാനുള്ള ചെണ്ടയാണെന്നാണോ നീ വിചാരിച്ചത്? അപ്പം രവി പറയാ, അയ്യോ, ഞാൻ രേവതി മോളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ അവൾക്ക് കൊടുക്കേണ്ട ബഹുമാനം എല്ലാം കൊടുക്കുന്നുണ്ടമ്മേ. നീ കൊടുക്കുന്നില്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്റെ ഭാര്യയും നിന്റെ മൂത്ത മരുമകൾ ശ്രുതിയും എന്തെല്ലാമാ രേവതിയെ പറയുന്നത്. അതിനൊക്കെ ഒന്ന് തടയിടാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ രവി? പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് ദേ ഇവളെ ഈ ചന്ദ്ര പേടിയാ. നീ പേടിച്ചങ്ങ് വാലും ചുരുട്ടി ഇരുന്നാ മതി. പക്ഷേ ഇവിടെ എനിക്കൊരു പേടിയില്ല. ഞാൻ പറയാനുള്ളത് അവളുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും, വേണമെങ്കിൽ രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ചന്ദ്ര പറയാം, ആഹാ, ഞാൻ വന്ന് കയറിയപ്പോഴേ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് എന്നെ കടന്ന് ആക്രമിക്കുകയാണോ? രേവതി എന്ന് പറയുന്ന അവൾ എന്തെല്ലാം നുണയാ അമ്മയോട് പറഞ്ഞു തന്നത്. അവൾ എന്തൊക്കെയോ എരിവ് കയറ്റി കൊടുത്തതിൻ്റെ ഫലമായിട്ടാ അമ്മ ഇപ്പം വന്നു കയറിയപ്പോഴേ എന്നോട് ഈ ചാടുന്നത്. അല്ലാതെ ഞാനെന്ത് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്തില്ലേ? നീ കാണിച്ചതല്ല ശരിയാണോ എന്ന് ചന്ദ്രേ നീ തന്നെ ആലോചിച്ച് നോക്ക്. അപ്പോഴേക്ക് രേവതി പറയാം, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല അച്ചമ്മയോട്. ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനാ അമ്മേ? അമ്മ എപ്പോഴും എന്തിനാ എൻ്റെ നേരെ മെക്കിട്ട് കയറുന്നത്? ഓഹോ, നിന്റെ നേരെ ഞാൻ പിന്നെ എന്നെ തൊഴുത് നിൽക്കണോ? നിന്റെ കാലിൽ വീണ് ഞാൻ മാപ്പ് ചോദിക്കണോ? പിന്നെ അങ്ങനെയെങ്കിൽ അമ്മ കേട്ടോ, ഒരു കാര്യം, ഇവളെ നോക്കാൻ വയ്യാഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തീർത്ഥാടനത്തിന് പോയത്. ഇവളുടെ കാല് വയ്യാതിരിക്കുമ്പോൾ ഇവളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ എനിക്ക് നേരെയില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ജോലികൾ മുഴുവൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. ഇവളാരാ, കെട്ടിലമ്മയോ ഇവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കാൻ? അപ്പോൾ ഉടനെ തന്നെ അച്ഛമ്മ പറയും, ഓഹോ, ഒന്നും ഇല്ലാത്തവളാണ് രേവതി, അതുകൊണ്ടല്ലേ നീ അവളെ നോക്കാതിരുന്നത്. പണക്കാരിയായ നിന്റെ മലേഷ്യക്കാരി മരുമോളെയായിരുന്നെങ്കിൽ നീ നോക്കില്ലായിരുന്നോ? അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാം, നോക്കും. അവളുടെ അച്ഛനും അമ്മയും അതുപോലെ അവളെ വളർത്തിക്കൊണ്ടുവന്നത്. അവൾ സമ്പത്തിൻ്റെ നടുക്ക ജീവിച്ചത്. കോടികളുടെ സ്വത്തുണ്ട് ശ്രുതിക്ക്. അതുപോലാണോ ദേ ഈ ദരിദ്രവാസി? ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ഇവിടെ കടന്നു കൂടിയതും പോരാ, ഇനി അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണം എന്നാണോ പറയുന്നത്? അപ്പോഴേക്ക് അച്ചമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയാം, നിർത്ത് ചന്ദ്രേ, ഇനി നീ ഒരക്ഷരം രേവതി മോളെ അവളുടെ വീട്ടുകാരെയും കുറിച്ച് പറയാൻ പാടില്ല.
അവളെ അന്നത്തിന് വകയില്ലാത്ത വീട്ടിലെ ഒന്നുമല്ല, ഇവിടെ വന്ന് കയറി സച്ചിയുടെ ഭാര്യയായിട്ട്. അപ്പോൾ ഇവിടുത്തെ മരുമോളുടെ സ്ഥാനം അവൾക്ക് തന്നെയാ. ആദ്യം ഈ വീട്ടിൽ വലതുകാലി വെച്ച് കയറി വന്ന മരുമോൾ അവൾ തന്നെയാ. അതിൻ്റെ ബഹുമാനം അവൾക്ക് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാം, അതിനൊന്നും എന്നെ കിട്ടത്തില്ല. ഇവളെ ബഹുമാനിക്കാനും തോഴാനും വിളക്ക് കൊണ്ട് നടക്കാനൊന്നും എന്നെ കിട്ടില്ല. വേണേ അമ്മ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുമ്പം ഉടനെ തന്നെ ചമ്മ പറയാ, ആയിക്കോട്ടെ, നീ അവളെ നോക്കണ്ട, ഞാൻ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. പിന്നെ കോടീശ്വരി അല്ലാത്തതാണ് അവളുടെ കുറ്റമെങ്കിൽ നീ ഒരു കാര്യം കേട്ടോ ചന്ദ്രേ, എനിക്കുള്ള സ്വത്തുക്കൾ മുഴുവൻ ഞാൻ അവൾക്ക് എഴുതി കൊടുക്കാൻ പോവാ. സ്ഥലവും വീടും എല്ലാം, അതുപോലെ തന്നെ എൻ്റെ ബാങ്ക് ബാലൻസും എൻ്റെ സ്വർണവും എല്ലാം ഞാൻ അവൾക്ക് കൊടുക്കും. അപ്പോൾ അവളും ഒരു കോടീശ്വരി തന്നെ ആവുകയല്ലേ ചന്ദ്രേ, നിന്റെ മറ്റേ മരുമക്കളെ പോലെ. അപ്പോഴത്തേക്കും ചന്ദ്ര ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക, എന്താ അമ്മ പറയുന്നത്? അമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ അവൾക്ക് എഴുതി കൊടുക്കാൻ പോകുന്നോ? ദേ ഈ ഇവക്കോ, ഈ രേവതിക്കോ? എന്തിനാ ഈ പുമാല കെട്ടുകാരിക്ക് അതെല്ലാം എഴുതി കൊടുക്കുന്നത്? അമ്മയ്ക്ക് എന്താ ആവശ്യമുള്ളത്? അമ്മയ്ക്ക് വേറെ മക്കളില്ലേ? രവിയേട്ടനില്ലേ? രവിയേട്ടൻ്റെ എല്ലാ മക്കൾക്കും അവകാശപ്പെട്ടതല്ലേ ഈ സ്വത്തുക്കളെല്ലാം? അതെല്ലാം ഒറ്റയ്ക്ക് രേവതിക്ക് എഴുതി കൊടുക്കേണ്ട കാര്യം എന്താ? അതുപോലെ അമ്മയുടെ സ്വർണത്തിൻ്റെ അവകാശി ഞാനല്ലേ അമ്മയുടെ മരുമകള്. പിന്നെ എന്തിനാ ഈ പെണ്ണിന് എഴുതി കൊടുക്കേണ്ട കാര്യം? ഈ സ്വർണ്ണം എല്ലാം ഇവക്ക് കൊടുത്തിട്ട് എന്ത് കാണിക്കാനാ? അലമാരി ഷോയ്ക്ക് വെക്കാനോ? നേരത്തെ കൊടുത്തത് പോലും അവൾ ഉപയോഗിച്ചിട്ടില്ല. അലമാരിയിൽ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ. പിന്നെ ഇനിയും സ്വർണ്ണോ? എന്തിന്? ഇവളെന്തല്ലോ മുത്തുമാലയോ കരിമണി മാലയോ ഒക്കെ ഇട്ടോണ്ട് നടക്കട്ടെ. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓഹോ, അപ്പം സ്വർണത്തിൻ്റെയും സ്വത്തിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ നിനക്കങ്ങ് ഹാലിളകിയല്ലേ? എൻ്റെ സ്വർണവും എൻ്റെ സ്വത്തും എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. രവിക്ക് കൊടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് എഴുതി കൊടുക്കും. അതിന് ചന്ദ്രയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര അവിടെ നിന്ന് ചോദിക്കുക, രവിയേട്ടാ, ഇത് കേട്ടില്ലേ അമ്മ പറയുന്നത്? ഇതൊക്കെ സത്യമാണോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ രവി പറയാ, അമ്മയുടെ ഇഷ്ടമല്ലേ അമ്മ ചെയ്യുന്നത്. അതിനിപ്പം നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ചന്ദ്രേ. നമ്മുടെ മരുമക്കല്ലേ അമ്മ എല്ലാം കൊടുക്കുന്നത്, മറ്റാർക്കും അല്ലല്ലോ. രേവതിയും നിന്റെ മരുമക്കളെ പോലെ പണവും പ്രശസ്തിയും ഒക്കെ ഉള്ളവളാവട്ടെ. അപ്പോഴത്തേക്ക് ഉടനെ ചന്ദ്ര പറയാം, പിന്നെ രേവതിക്ക് എന്നാൽ പിന്നെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം, എനിക്ക് കിട്ടണം അതിൻ്റെ ഒരു വീതം. അപ്പം അച്ഛമ്മ പറയാം, പിന്നെ നിനക്ക് ഞാൻ തരാം, ഒരു നയാ പൈസ ഞാൻ നിനക്ക് തരില്ലടി ചന്ദ്രേ എന്ന് പറയാ. എൻ്റെ രേവതി മോക്കുള്ളതാ എല്ലാം എന്ന് പറയാം. അപ്പോൾ ചന്ദ്രയുടെ കണ്ണങ്ങ് മഞ്ഞളിക്കുക കേട്ടോ. ദൈവമേ, ഈ രേവതിക്ക് അമ്മ ഉള്ള സ്വത്തെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളും എല്ലാവരെ പോലെയും പണക്കാരിയാവുമല്ലോ. അവൾക്ക് അത്രയും സ്വർണം കിട്ടുമ്പം എനിക്കതിൻ്റെ 4-1 സ്വർണ്ണം ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് നിന്നാൽ കുറേയൊക്കെ കൈയടക്കാം. അല്ലാതെ അവൾ തന്നെ കൊണ്ടുപോയി പൂർവീക സ്വത്ത് മുഴുവനും കൂടെ ഉപയോഗിച്ച് സുഖിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ പൊന്നച്ചമ്മേ, ഇതിൻ്റെ പേരിലൊന്നും വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. എനിക്ക് സ്വർണവും വേണ്ട, സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ സച്ചിയേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. സച്ചിയേട്ടൻ എവിടെയാണോ ഉള്ളത് അവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് സന്തോഷമുള്ള അച്ചമ്മയെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ അച്ചമ്മ സ്വത്തുക്കളൊക്കെ രേവതിക്ക് കൊടുക്കുന്നുള്ള ചിന്തയിൽ രേവതി കുറച്ചൊക്കെ സ്നേഹിച്ചൊക്കെ നടക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അതിൻ്റെ ഇടയ്ക്കാണ് ചന്ദ്രയെ ഭാമ വിളിക്കുന്നത്. ഭാമ വിളിച്ചിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്രേ, നമ്മുടെ കൂട്ടുകാരിയുടെ മോളുടെ കല്യാണമല്ലേ, അതിന് നമുക്ക് പോകണ്ടേന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ പോകണം, അതിനായിട്ട് ഞാൻ പുതിയ സാരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ കൊടുത്ത് ഒരു കലക്കണം, നമുക്ക് 2 പേർ കൂടെ പോയാൽ മതി, നല്ല രസമായിരിക്കും, വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ നല്ല എൻജോയ് ചെയ്ത് പോരാൻ ഭാമയെന്ന് പറയാം. അങ്ങനെ കല്യാണത്തിൻ്റെ ദിവസം വരികയാണ് കേട്ടോ ചന്ദ്രയുടെയും ഭാമയുടെയും ഫ്രണ്ടിൻ്റെ മോളുടെ. അങ്ങനെ കല്യാണത്തിന് പോകാനായിട്ട് ചന്ദ്ര പുതിയ സാരിയൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നു. അതിന് ചേരുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ നെക്ലേസ് ഉണ്ട് കേട്ടോ ചന്ദ്രയുടെ കയ്യിൽ. അതാണെങ്കിൽ നമ്മുടെ ശ്രുതി ചന്ദ്രയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണേ. വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് എപ്പോഴും നിൻ്റെ അച്ഛൻ മലേഷ്യയിലല്ലേ, മലേഷ്യയിൽ നിന്ന് സ്വർണ്ണമൊന്നും കൊണ്ടുവരാറില്ലേ, എനിക്കെന്താ ഒന്നും തരാത്തേന്നൊക്കെ ചോദിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്ക് ആകെ ബുദ്ധിമുട്ടാവുകയാണ്. ഇവരെ എന്തെങ്കിലും കൊടുത്തൊന്ന് തൃപ്തിപ്പെടുത്തണമല്ലോ, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മലേഷ്യയിലല്ലെന്ന് ഇവർ പറഞ്ഞാലോ. അതുകൊണ്ട് ഇവരെ തൃപ്തിപ്പെടുത്താൻ എങ്ങനെയാ കുറച്ച് സ്വർണം കൊടുക്കുക. അച്ഛൻ വന്നെന്നും പറഞ്ഞ് കുറച്ച് സ്വർണം കൊടുത്താൽ കുറച്ച് ദിവസത്തേക്ക് സമാധാനമാവും. പക്ഷെ അത്രയും സ്വർണം എൻ്റെ കയ്യിലില്ലല്ലോ. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക? ഇപ്പം എവിടെന്നെങ്കിലുമൊക്കെ സ്വർണം വാങ്ങണമെങ്കിൽ എത്ര വിലയാണ് ഉള്ളത് എന്നൊക്കെയാണ് ചിന്തിച്ച് കേട്ടോ നമ്മുടെ ശ്രുതി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രുതി ആൻ്റണിയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നത്. ആൻ്റണിയും ശ്രുതിയും ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് ആൻ്റണിക്ക് ഒരാൾ കൊണ്ടുവന്നിട്ട് ഒരു വലിയ സ്വർണ്ണമാല കൊടുക്കുകയാണ്, ഒരു നല്ല അടിപൊളി നെക്ലേസ്. അപ്പോഴേക്കും ആൻ്റണി ചോദിക്കുന്നുണ്ട്, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞാനൊരു സ്ഥലത്തുനിന്ന് മോഷ്ടിച്ചതാണ്. ഏതായാലും കിട്ടുന്ന കാശായി. ആൻ്റണി സാറ് ഇതെടുത്തിട്ട് എനിക്ക് കുറച്ച് പണം വേണം, അത്യാവശ്യമായിട്ട് അതിങ്ങോട്ട് താ. ഇതും കൊണ്ടിപ്പം കടയിലൊന്നും പോയി വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പോലീസ് കേസൊക്കെ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ഇത് കടയിൽ കൊണ്ടുവന്നാൽ അവരത് കയ്യോടെ പിടിക്കും. പണയം വെക്കാൻ പോകാമെന്ന് വെച്ചാൽ അതും നടക്കില്ല. അതുകൊണ്ട് ആൻ്റണി സാറിനെ സഹായിക്കണം. ഇതൊരു 8-10 പവൻ ഉള്ള സ്വർണ്ണമുണ്ട്. അത്രയൊന്നും പണം തരണ്ട. അതിൻ്റെ പകുതി പണം തന്നാൽ ഞാൻ ഇതങ്ങ് തന്നേക്കാം എന്ന് പറയാണ്. അപ്പോൾ ആൻ്റണി അയാളോട് പറയുന്നുണ്ട്, അയ്യോ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എനിക്കിപ്പം ഗോൾഡൊന്നും വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ല. ഞാനാണ് കിട്ടുന്ന പണമെല്ലാം പലിശയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഈ ഗോൾഡിനൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലല്ലോ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുചെല്ലാൻ പറയുമ്പോൾ അയാൾ പറയുക, അയ്യോ സാറേ അങ്ങനെ എന്നെ ചതിക്കരുത്. സാറിൻ്റെ കൂടെ പല കാര്യങ്ങൾക്കും ഞാൻ കൂട്ടു നിന്നിട്ടുള്ളതാണ്. പണത്തിൻ്റെ അത്യാവശ്യം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ മാല എടുത്തത്. അതുകൊണ്ട് ഇതിനെനിക്ക് പകുതി പണം തന്നാൽ മതി, 10 പവൻ്റെ പകുതി അത്രയും മതി എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതി മനസ്സിലാലോചിക്കുക, നല്ല അടിപൊളി ഒരു ഡിസൈൻ ആണല്ലോ, കൊള്ളാവല്ലോ ഈ മാല കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു എന്ന് ഇങ്ങനെ പറയാൻ മനസ്സിൽ വിചാരിക്കണം. അപ്പോൾ ആൻ്റണി വെറുതെ ചോദിക്കുക ശ്രുതിയോട്, ശ്രുതി ദേ കണ്ടോ ഈ മാല, നല്ല ഡിസൈൻ, ഒരു 10 പവനോളം തൂക്കം വരുന്ന മാലയാണ്. ഇത് വേണമെങ്കിൽ ശ്രുതി വാങ്ങിക്കോ, പകുതി പണം ദേ ഇവന് കൊടുത്താൽ മതി. ഇപ്പോൾ സ്വർണത്തിനൊക്കെ എന്താ വില, അതിൻ്റെ പകുതി കൊടുത്താൽ ഈ സ്വർണം തരാം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശരിയാ എനിക്ക് സ്വർണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഡിസൈനും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് മോഷ്ടിച്ചതല്ലേ, ഇതും കൊണ്ട് പോയാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആൻ്റണി പറയാം, ഇതും കൊണ്ടുപോയ ശ്രുതിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ, ഇത് കൊണ്ടുപോയിട്ട് ശ്രുതി വിൽക്കാനൊന്നും പോകുന്നില്ലല്ലോ, അലമാരിയെ കൊണ്ട് വയ്ക്കല്ലേ, വച്ചിട്ട് വല്ലപ്പോഴും വല്ലയിടത്തും പോകുമ്പോൾ ഇടുന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഇത് വിൽക്കാനും പണയം വയ്ക്കാനും ഒക്കെ നേരിട്ട് ഉടനെ പോയാലേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, നല്ല ലാഭമായി സംഭവം, വാങ്ങിക്കോളാൻ പറയാണ്. അപ്പോൾ ശ്രുതി ഓർക്കുവാണ്, എന്നാൽ ഇതങ്ങ് വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി ആൻറ്റിക്ക് കൊടുക്കാം. ആൻറ്റി ആണെങ്കിൽ എപ്പോഴും മലേഷ്യയിൽ നിന്ന് സ്വർണം കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കൊടുത്തങ്ങ് ഒതുക്കാം. പറയുമ്പോൾ 10 പവനുണ്ട് താനും, പകുതി വിലയ്ക്ക് കിട്ടുകയും ചെയ്തല്ലോ. അത് തന്നെയല്ല നല്ലൊരു ഡിസൈനുമാണ്, എനിക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇത് കൊടുത്താൽ പിന്നെ ആൻറ്റിയുടെ ആ ചോദ്യത്തിനൊക്കെ ഒരു തടസ്സം വരും. എപ്പോഴും അച്ഛൻ്റെ മലേഷ്യയിൽ നിന്ന് വന്നില്ലേ, അങ്ങനെയുള്ള ആ സംശയങ്ങളൊക്കെ അങ്ങ് തീർന്നു കിട്ടും. മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാലയാണെന്ന് പറഞ്ഞ് കൊടുത്താൽ പിന്നെ എന്നെ കൈവെള്ളയെ കൊണ്ടു നടക്കുകയും ചെയ്യും എന്നൊക്കെ ശ്രുതി മനസ്സിൽ ഓർക്കുക. അങ്ങനെ ശ്രുതി ആൻ്റണിയുടെ കയ്യിൽ നിന്ന് ആ മാല പകുതി പണം കൊടുത്തിട്ട് അങ്ങ് വാങ്ങുകയാണ് കേട്ടോ. വാങ്ങി അത് നേരെ വീട്ടിൽ കൊണ്ടുചെല്ലാണ്. വീട്ടിൽ കൊണ്ടുചെന്ന് കഴിയുമ്പം ചന്ദ്രയുടെ അടുത്ത് ചെന്നിട്ട് പറയാം, അമ്മേ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അമ്മയ്ക്കായിട്ടൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അമ്മ എന്നും ചോദിക്കില്ലേ അച്ഛൻ മലേഷ്യ തന്നെയാണോ, അവിടെ നിന്ന് സ്വർണ്ണമൊന്നും കൊണ്ടുവന്നില്ലേന്ന്. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നിൻ്റെ മദർ ഇൻ ലോയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു നല്ല മാല തന്നെ അയച്ചു തരാമെന്ന്. അങ്ങനെ അച്ഛൻ കൊടുത്തുവിട്ട മാലയത് ഒരു 10 പവൻ തൂക്കം വരുന്ന മാല, നല്ല അടിപൊളി ഡിസൈനാണ്, പ്രത്യേക അച്ഛൻ പറഞ്ഞ് പണിയിപ്പിച്ചാ, ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ചന്ദ്രയെ കാണിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ ചന്ദ്രയുടെ കണ്ണ് മഞ്ഞളിച്ച് പോവുക. ചന്ദ്രൻ പറയുന്നത്, കൊള്ളാവല്ലോ മോളെ, നല്ല തൂക്കമുണ്ട്, 10 പവനോളം വരുമായിരിക്കല്ലേ, സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില, എന്തായാലും ഈ ഡിസൈൻ അടിപൊളിയാണ്, എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞ് ചെയ്യിക്കാൻ ഇതുപോലെ ഉണ്ട്, ഇതുപോലൊരു ഡിസൈൻ ഇവിടെ എവിടെയും ജ്വല്ലറിയിലൊന്നും ഇല്ല, അതുകൊണ്ട് നീ നല്ല മാലയാണല്ലോ മോളെ, ഇത് എനിക്ക് തരാൻ തന്നെയാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലാതെ പിന്നെ ആർക്കാമേ, എനിക്ക് ആവശ്യത്തിനുള്ളത് എനിക്കില്ലേ, അത് തന്നെയല്ല ഇതുപോലെ വലിയ മാലകളൊന്നും ഇട്ടുകൊണ്ട് നടക്കുന്നത് എനിക്കിഷ്ടമില്ല, എനിക്ക് ചെറിയ മാലകളും സിമ്പിളായിട്ടുള്ള ഗോൾഡൊക്കെ ഇഷ്ടം, അതുകൊണ്ട് ഈ വലിയ മാല അമ്മ തന്നെ എടുത്തോ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വരുത്തിച്ചതാ, അച്ഛൻ സന്തോഷത്തോടെ തന്നതല്ലേ, അതുകൊണ്ട് അമ്മ തന്നെ എടുത്തോ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയും, ഹോ കൊള്ളാം, ഇനിയിപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഈ മാലയൊക്കെ ഇട്ടൊന്ന് ഞെളിഞ്ഞടിച്ച് പോകണം, എന്ത് രസമാണ്, ഇത് ഇവളുമാരൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും, അതുപോലെ ഭാമയ്ക്കൊക്കെ എന്ത് ഇഷ്ടമായിരിക്കും, ഓ എനിക്ക് എല്ലാവരുടെ മുമ്പിൽ ഒന്ന് പറയണം, എൻ്റെ മരുമോളെ ശ്രുതി അവളുടെ അച്ഛൻ മലേഷ്യ എന്ന് എനിക്ക് വേണ്ടി കൊടുത്തു വിട്ട മാലയാണെന്ന് എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ അന്ന് മാല വാങ്ങി അലമാരി വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ വിവാഹം വന്നപ്പോൾ ചന്ദ്ര ആലോചിക്കുക, അന്ന് ശ്രുതി തന്ന മാലയുണ്ടല്ലോ, ആ നെക്ലേസ് ഇട്ടിട്ട് ഇപ്രാവശ്യത്തെ വിവാഹത്തിന് പോകണം, എന്തായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ ഒന്ന് ഞെളിഞ്ഞു നിന്ന് തന്നെ പറയണം, എൻ്റെ മൂത്ത മരുമോള് മലേഷ്യയിൽ നിന്ന് കൊണ്ടുതന്ന മാലയാണ്, എങ്ങനെയുണ്ടെന്ന്, എന്തായാലും അടിപൊളി ഡിസൈനുമാണ് കേട്ടോ, എന്ത് ഭംഗിയാ നോക്കിക്കേ, ഇപ്പം ഇതാ അവസരം, ഇതൊക്കെ കണ്ട് ഭാമയ്ക്കൊക്കെ അസൂയ തോന്നണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ചന്ദ്ര ആ മാല എടുത്ത് കഴുത്തിലിടുക. ഈ സാരിയുടെ കൂടെ ഒരുങ്ങിയൊക്കെ ഭംഗിയായിട്ട് ഇറങ്ങിയൊക്കെ കഴിയുമ്പം നമ്മുടെ ചച്ചിയും അതുപോലെ രേവതിയൊക്കെ വരിക. അപ്പോൾ ചോദിക്കുന്നുണ്ട് രവി, ഭാമ നീ ഒരുങ്ങി ഇറങ്ങിയോ, ഭാമ നിന്നെ വിളിച്ചിരുന്നു എന്ന് പറയാം. ഞാനങ്ങോട്ട് പോവാണ്. അപ്പോൾ രവി പറയാം, കൊള്ളാലോ നിൻ്റെ മാല, പുതിയ മാലയാണോ ചന്ദ്ര എന്ന് ചോദിക്കുക. ഓ രവിയേട്ടാ, ഞാൻ അന്ന് പറഞ്ഞില്ലേ ശ്രുതി മോളെ എനിക്ക് കൊണ്ടു തന്നത്, ശ്രുതി മോളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊടുത്തതാ, ഡിസൈൻ കണ്ടോ എങ്ങനെയുണ്ട്.
അപ്പം സച്ചി പറയാം, ഇതൊക്കെ സ്വർണ്ണമാണോ? ശ്രുതിയുടെ അച്ഛൻ കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞതുകൊണ്ടേ ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്ന് പറയണം. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, പോടാ, നിന്റെ ഭാര്യയെ പോലെ നക്കാപ്പീച്ച കാശുമായിട്ട് വന്നവളൊന്നും അല്ല ശ്രുതി. അവളെപ്പോലൊന്നും അല്ല. അവളുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണെങ്കിൽ മുക്കുപണ്ടമായിരിക്കും. ഇതേ ശ്രുതിയുടെ അച്ഛൻ കൊടുത്തു വിട്ടതാ. ഇത് ഒന്നാം തരം തനി തങ്കതാ, അറിയാവോ? ഇതൊക്കെ ഇട്ട് ഞാൻ ഇന്ന് കല്യാണത്തിന് പോയൊരു ചെത്തും കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രയും ഭാമയും കൂടി കല്യാണ വീട്ടിലെത്തുമ്പോൾ ഭാമയും ചോദിക്കുക, ചന്ദ്രേ, കൊള്ളാലോ നിന്റെ മാല. ഇതാണോ നിനക്ക് ശ്രുതി തന്ന മാല? അതെ അതെ ഭാമേ, ഇതാ ശ്രുതി തന്നത്. മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഡിസൈൻ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം ഭാമ പറയും, നല്ല ഡിസൈൻ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭാമ ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുക കേട്ടോ. അപ്പം പിടിച്ചു നോക്കുമ്പോഴേക്കും പറയും, ഓ, നല്ല അടിപൊളി ഡിസൈൻ ആണല്ലോ. 10 പവൻ തൂക്കമൊക്കെ വരുമല്ലേ ചന്ദ്ര എന്ന് ചോദിക്കുക. അതെ 10 പവന് മേളിൽ വന്നാലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വലിയ ഗമയ്ക്ക് നിൽക്കുക. വരികയും പോകുകയും ചെയ്യുന്നവരെ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ ഈ മാല. ഗമയ്ക്ക് ആ മാല ഇങ്ങനെ പിടിച്ചിടുകയെ എടുത്തിടുകയെ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ അവിടെ കല്യാണത്തിന് വന്ന ഒരു സ്ത്രീ ഇത് കാണുന്നത്. അവരിത് കണ്ടിട്ട് ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, മാലയിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അവർ മാലയിലേക്ക് നോക്കുന്നതാണ്. ചന്ദ്ര അവിടെ നിന്ന് പറയാ, ഇതെൻ്റെ പുതിയ മാലയാ, എൻ്റെ മരുമോള് വന്ന 10 പവൻ്റെ മാല. എന്തിനാ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? മോഷ്ടാക്കളൊക്കെ ഒരുപാട് കാണും. ഇതുപോലെ വിവാഹ സ്ഥലത്തൊക്കെ കള്ളന്മാരും കള്ളികളും ഒക്കെ കാണും. ചിലരൊക്കെ ഇവിടെ നിന്ന് എൻ്റെ മാലയിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. മോഷ്ടിക്കാനോ വല്ല ആണെങ്കിൽ ആ വേല അങ്ങ് കൈ വെച്ചാൽ മതി എന്നൊക്കെ പറയാം. അപ്പോൾ ആ സ്ത്രീ വീണ്ടും അവരുടെ അടുത്ത് നിന്ന് ഭർത്താവിനെ വിളിച്ചിട്ട് ഈ മാല കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാളും സൂക്ഷിച്ചു നോക്കുക. അപ്പോൾ ചന്ദ്ര മാലയൊക്കെ ഒന്ന് എടുത്തുകൂടി ഇടുക കേട്ടോ, കുറച്ചുകൂടെ ഗമയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഉടനെ പറയുന്നുണ്ട്, അങ്ങോട്ട് മാറി നിൽക്കുക. അപ്പോൾ ചന്ദ്രയുടെ വിചാരം ചന്ദ്രയുടെ മാല കണ്ടിട്ടായിരിക്കും ഇവരിങ്ങനെ പറഞ്ഞത് എന്ന്. അങ്ങനെ അവർ പോയിട്ട് പോലീസിനെ വിളിക്കുകയാണ് കേട്ടോ. പോലീസിനെ വിളിച്ച് പോലീസ് അവിടെ എത്തുകയാണ്. പോലീസ് എത്തുമ്പോൾ ചന്ദ്രയുടെ അടുത്തേക്ക് വരികയാണ് പോലീസ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങോട്ട് മാറി നിന്നേ, ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ടെന്ന് പറയാം. അല്ല എന്താ സാർ, എന്തിനാ ഇപ്പം ഞാൻ മാറി നിൽക്കുന്നത്? എന്ത് ചോദിക്കാനാണെന്ന് ചന്ദ്ര ചോദിക്കുക. അല്ല, നിങ്ങളുടെ ഈ കഴുത്തി കിടക്കുന്ന മാലയുണ്ടല്ലോ, ഇത് എന്ന് വാങ്ങിയതാണെന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയുക, ഓഹോ, ഈ മാല കണ്ടിട്ടാണോ സാറ് ചോദിക്കുന്നത്? ഇതെൻ്റെ മരുമോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ. അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന മാലയാ ഇത് എന്ന് പറയുമ്പോൾ അവർ പറയാം, ശരിക്കും നിങ്ങളുടെ മരുമോൾ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന മാല തന്നെയാണോ ഇത്? അതോ വല്ലയിടത്തു നിന്നും കട്ടതോ മോഷ്ടിച്ചതോ വല്ല ആണോ എന്ന് ചോദിക്കുക. അപ്പം പറയുന്നുണ്ട്, എന്താ സാർ ഇങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ ഒന്നാം തരം കുടുംബത്തിൽ പെടുന്ന സ്ത്രീയാണ്. ഞാൻ ആരുടെയും കക്കാനും മോഷ്ടിക്കാനും ഒന്നും പോകുന്നില്ല. സാറിന് എന്താ ഇത്ര സംശയം? അല്ല, ദേ ഈ കൂട്ടർ പറഞ്ഞു ഇവരുടെ മാലയാണ് അതെന്ന്. നേരത്തെ ഈ മാല നഷ്ടപ്പെട്ടതിന് അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നിരിക്കുന്ന ഫോട്ടോയിലെ മാലയും ഇതും തമ്മിൽ നോക്കുമ്പോൾ ഒരേ ഡിസൈനാണ്. അപ്പോൾ ആ സ്ത്രീ പറയാം, അതെ ഇത് എൻ്റെ മാല തന്നെയാണ് സാറേ. ഞാൻ പ്രത്യേകം പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ച മാല. ഈ ഡിസൈനിലൊന്നും വേറൊന്നും കാണില്ല. കാരണം ഞാൻ സ്വയം ഡിസൈൻ ചെയ്യിപ്പിച്ച മാലയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടപ്പോഴേ തോന്നി ഇതെൻ്റെ മാലയാണല്ലോ എന്ന്. ഈ സ്ത്രീ ഇത് മോഷ്ടിച്ചതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇത് ഇവരുടെ കഴുത്തിൽ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ചന്ദ്ര പറയും, ഞാൻ മോഷ്ടിച്ചതോ? ഞാനങ്ങനെ കള്ളിയൊന്നുമല്ല, ഞാൻ മോഷ്ടിക്കേയില്ല എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമോള് സമ്മാനം തന്നതല്ലേ, അപ്പോൾ മരുമോളെ എങ്ങ് വിളിക്കുക, അവൾ മോഷ്ടിച്ചായിരിക്കും എന്ന് പോലീസ് പറയുക. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ശരിയാ വിളിക്ക്, ഇതെൻ്റെ മാല തന്നെയാ സാറേ, അത് ഊരി വാങ്ങിക്കാൻ പറയാ. അങ്ങനെ പോലീസ് ചന്ദ്രയുടെ കഴുത്തിൽ നിന്ന് ആ മാല ഊരി വാങ്ങിക്കുക. ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല ഞാൻ തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പോലീസ് നിർബന്ധമായിട്ട് അത് ഊരി വാങ്ങിക്കുക കേട്ടോ. അവരുടെയൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് താനും. അപ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട്, ഇതെൻ്റെ മാല തന്നെയാണ്, ഇവർ കള്ളിയാണെന്ന് പറയാം. ചന്ദ്ര എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുക. ശ്രുതിയെ വിളിച്ച് വരുത്തുകയാണ് പോലീസ്. ശ്രുതി എന്താന്ന് കോർത്ത് പെട്ടെന്ന് അവിടെ എത്തുമ്പോഴാണ് കേട്ടോ ശ്രുതിയെ പോലീസ് ചോദ്യം ചെയ്തിട്ട് ചോദിക്കുകയാണ്, എടി ഈ മാല നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നീ മോഷ്ടിച്ചതല്ലേ? ദേ ഈ സ്ത്രീയുടെ മാലയല്ലേ, നീ അല്ലേ മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് ചോദിക്കുമ്പം ശ്രുതി പറയാം, അയ്യോ സാറേ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഈ മാല നിൻ്റെ കയ്യിൽ വന്നു? ഇത് കള്ളച്ചരക്കാണ്. ഇത് നിൻ്റെ കയ്യിൽ എങ്ങനെയാണ് വന്നത്? നീ അത് നിൻ്റെ അമ്മായിയമ്മയ്ക്ക് സമ്മാനവും കൊടുത്തല്ലേ? അപ്പോൾ ശ്രുതി പറയാം, അയ്യോ സാറേ, ഞാൻ മോഷ്ടിച്ചല്ല, ഞാൻ വേറൊരിടത്തുനിന്ന് വാങ്ങിയതാണ്. ഇങ്ങനെ ഒരാൾ കൊണ്ടുവന്ന് എന്നോട് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് വാങ്ങിയതാണ്, അല്ലാതെ ഇത് ഞാൻ കട്ടതും മോഷ്ടിച്ചതും ഒന്നും അല്ല. അപ്പോൾ പോലീസുകാരൻ പറയും, ഓഹോ, കട്ടതും മോഷ്ടിച്ചതും അല്ല, കട്ട മുതൽ വാങ്ങുന്നതും കുറ്റമാണെന്ന് നിനക്കറിയില്ലേ? നീ അറിഞ്ഞോണ്ടല്ലേ അത് വാങ്ങിയത്? വില കുറച്ച് തന്നപ്പം നീ കട്ട മുതൽ വാങ്ങുക ചെയ്തല്ലേ? ഉടനെ അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടേ പെരുങ്കള്ളി. അപ്പോൾ അയാളെക്കാളും വലിയ കള്ളി നീയാണല്ലേ? കള്ളന്മാരും കള്ളികളുമായിട്ടാണ് നിന്റെ കൂട്ടല്ലേ?
വാ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് 2 വനിതാ പോലീസ് വന്നിട്ട് നമ്മുടെ ശ്രുതിയെ പിടിച്ചോണ്ട് പോവാണ് കേട്ടോ ഈ മാലയൊക്കെ ആയിട്ട്. ചന്ദ്ര അന്തം വിട്ട് നിൽക്കുക. ചന്ദ്ര എന്നിട്ട് ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയാ, എടി ശ്രുതി പെരുങ്കള്ളി, നീ കട്ട മുതൽ വാങ്ങിയിട്ടാണോ നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞ് എനിക്ക് സമ്മാനം തന്നത്? എന്നെ നീ പറ്റിക്കുകയായിരുന്നല്ലേ? ഇത്ര ആളുകളുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടില്ലേടി ശ്രുതി എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര അവിടെ നിന്ന് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്